നാട്ടിൽ കോടതിയും നിയമവും സത്യവും ഒക്കെ ഉണ്ടല്ലോ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഞാൻ പ്രാഥമിക അംഗത്തെ രാജിവെച്ചു. വളരെ നല്ല കാര്യം. ഇനിയെങ്കിലും ആ സംഘടന രക്ഷപ്പെടുമല്ലോ. ഒരു സൈഡ് പറയുന്ന നറേഷൻ നമ്മൾ മാത്രം വിശ്വസിക്കുന്നു. എന്നിട്ട് 93 യൂട്യൂബ് വീഡിയോകൾക്കെതിരെയും മലയാള സിനിമയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സ്, മലയാള സിനിമയിൽ ഒരു കാലത്ത് സംവിധായകർ എന്നൊക്കെ അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സിനെതിരെയും ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്, പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. ഫുൾ പോസ്റ്റ് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാണ്ട് നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. യാതൊരു നാട്ടിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ആ ബോർഡ് ശ്രീകുറിച്ച് സംസാരിക്കും. അവര് മുൻകൂട്ടി ഒരു അജണ്ടയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവനോട് എന്ന് പറഞ്ഞേക്ക്, അവൻ എന്നെ അറിയാം. നീ അവനോട് കളി ഇറക്കില്ല. അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അവൻ എന്ന് പറഞ്ഞാൽ ഇന്ദു ചൂടനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ അയാൾ സാറിന്റെ വരവും കാത്തിരിക്കുകയാണ്. അവരും ഞങ്ങളുമേ ഇന്നുണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ, ഞങ്ങളും അവർ എന്ന് പറയുന്നത് ബാക്കി മുഴുവൻ ബോഡിയും. ഇവരാരൊക്കെയാണ്? അവരാരെങ്കിലും ആയിക്കോട്ടെ സാർ. ഞാൻ പറയുന്നില്ല. എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്ത ഇപ്പൊ ശിക്ഷിക്കും കോടതി. അപ്പൊ നട്ടാ കുരുക്കാത്ത കള്ളം പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ എനിക്ക് ഉൾപ്പെടെ വരുന്ന ഒരു ആരോപണമായിട്ട് ഞാൻ വിചാരിക്കണം. കാരണം ഓഗസ്റ്റ് 15-ാം തീയതി അധികാരത്തിലേറിയ കമ്മിറ്റിയുടെ ഇന്നലെ മുതലുള്ള ബില്ലുകൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് നെഞ്ച് കൈവച്ച് പറയാം. അതിന് ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഒരു ധ്യാനത്തിന് പോയി 3-ാം തീയതി വൈകിട്ടാവാം. വ്യക്തിപരമായ പ്രശ്നത്തെ വ്യക്തിപരമായിട്ടും സംഘടനാപരമായ പ്രശ്നത്തെ അങ്ങനെ കാണാനും കഴിയാത്തടത്തോളം കാലം ഇനി ഏത് കമ്മിറ്റി വന്നാലും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. യാഥാർത്ഥ്യം സ്ത്രീകൾ തമ്മിലോ ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾ തമ്മിലുള്ള ഐക്യമില്ലായ്മ അല്ലായിരുന്നല്ലോ. ഇവിടെ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായിരുന്ന ശ്രീ ഇന്നസെന്റ്, അദ്ദേഹം MP ആയിരുന്നു, അമ്മയുടെ പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹത്തിന് അപ്പോൾ അയിത്തം ഉണ്ടായിരുന്നില്ല. ഗണേഷ് കുമാർ എന്ന് പറയുന്ന MLA, ഇപ്പോഴാണ് അദ്ദേഹം MLA ആകാതിരുന്നത്. അതുപോലെ തന്നെ ശ്രീ മുകേഷ് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായിരുന്നു. ഇവനെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന മലയാളത്തിന്റെ സൂപ്പർ താരം, അദ്ദേഹം എന്നും ഇടതുപക്ഷ രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ശ്രീ ജഗദീഷ്, അദ്ദേഹം കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിരുന്നു. ശ്രീ രമേശ് പിഷാരടി, ഇവർക്കാർക്കുമില്ലാത്ത ഐത്തം ലക്ഷ്മി പ്രിയയ്ക്കും അഞ്ജലി നായർക്കും ശ്വേതാ മേനോനും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇവര് ഈ അലിഗേഷൻ പറയുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഭരണസമിതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഭരണസമിതിയുടെ അണ്ടറിൽ വരുമ്പോൾ ഞങ്ങൾ ഈ 17 പേരും ഒന്നായിരുന്നു. അവിടുന്ന് അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമേ രാജിവെച്ച് പുറത്തേക്ക് പോയിട്ടുള്ളൂ. നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനിതിൽ എന്തോ കൈയുണ്ട്. അൻസിബ എല്ലാവരോടും എല്ലാം വിളിച്ചു പറഞ്ഞു. ഇവിടെ എല്ലാരും ഇപ്പൊ പുറത്തായി. അദ്ദേഹം പോലും വന്നിട്ട് കണക്കുകൾ കൃത്യമല്ല എന്ന് പറയുമ്പോൾ ഈ കണക്കുകൾ ശരിയാക്കി കാണിക്കാൻ അമ്മയുടെ മുൻ സമിതി തന്ന കണക്കിൽ നിന്നും ചെറിയ എമൗണ്ട് മാത്രമേ ഞങ്ങൾ ചെലവാക്കിയിട്ടുള്ളൂ. 67 ലക്ഷം രൂപയുടെ കണക്ക് എനിക്ക് തെറ്റിയച്ചു. ആ 67 ലക്ഷം രൂപയുടെ കണക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. പൈസ മുഴുവനും ആ കണക്ക് അവതരിപ്പിക്കാൻ ഒരു 45 ദിവസത്തെ സമയം അത് ബൈലോ പോലും അനുശാസിക്കുന്നുണ്ട്. അത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ.